Hi students, so we have already discussed in detail about the concave mirror and convex mirrors. ലൈറ്റിൻ്റെ തന്നെ കോൺകേവ് മിറേഴ്സിൻ്റെയും കോൺവെക്സ് മിറേഴ്സിൻ്റെയും ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്ത് ലൈറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തു. ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് നേച്ചറും അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും ഉള്ള ഒരു എന്താ പറയുക, വേവ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല, പാർട്ടിക്കിൾ എന്ന് വിളിക്കാൻ പറ്റുമോ അതും ഇല്ല. ക്വാണ്ടം, ദേ ആർ എനർജി പാക്കറ്റ്സ് വെൻ ദേ exhibit the photoelectric effect and all that, and they are considered as waves when they are treated as when they perform the diffraction, interference and all those phenomena. അപ്പോൾ ലൈറ്റ് പല സമയത്തും പലതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ബിക്കോസ് പല സമയത്തും പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ വേവ് നേച്ചറും അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ലൈറ്റിനെ ഒരു റേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റേ ഓഫ് ലൈറ്റ്. കാരണം നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്നത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിനെ ലൈറ്റിൻ്റെ റേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് കണ്ടു. നമ്മുടെ സണ്ണ്, അതേപോലെ ബൾബ്, ക്യാൻഡിൽ, ഇതൊക്കെ ലൂമിനസ് ആണെന്നുള്ളതും അതേപോലെ നോൺ ലൂമിനസ് ആയിട്ടുള്ള മൂൺ ഉണ്ടെന്നുള്ളതും ബാക്കിയുള്ള ബോഡീസ് ഉണ്ടെന്നുള്ളതും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒന്ന് നോക്കി. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമായിരുന്നു ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതേപോലെ തന്നെ the incident ray, the reflected ray and the normal lies in the same plane. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയൊക്കെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആയിരുന്നു. ഇമേജ് ഇറക്റ്റ് ആയിരിക്കും ഒരു പ്ലെയിൻ മിറർ. നമ്മൾ കണ്ണാടി, സാധാരണ കണ്ണാടിയാണ് ഇപ്പോൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പം പ്ലെയിൻ മിററിൽ എങ്ങനെയായിരിക്കും ഇമേജ് ഫോർമേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ, ഓക്കെ, നേരെ ആയിരിക്കും എന്നുള്ളതും. അതേപോലെ തന്നെ നമുക്ക് എത്ര പൊക്കമുണ്ടോ, നമുക്ക് എത്ര സൈസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എത്ര സൈസ് ഉണ്ടോ അതേ സൈസിൽ തന്നെയാണല്ലേ നമ്മൾ അതിൻ്റെ ഇമേജ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇമേജ് ഈസ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നും. അതേപോലെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ രീതിയിൽ നമ്മൾ കാണുന്നതിനാണ് നമ്മൾ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിററിൻ്റെ കേസിലാണെങ്കിൽ, പ്ലെയിൻ മിറേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജസ് ആണ് കാണുന്നതെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇമേജ് ഈസ് വെർച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഒരു സ്പൂൺ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സ്പൂണിൻ്റെ ആ കുഴിയുള്ള ഭാഗം, ഓക്കെ, ദാറ്റ് പോർഷനിൽ നമ്മൾ നമ്മുടെ ഫേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ കുഴിയുള്ള ആ പോർഷനിൽ നമ്മളെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്നുള്ളത് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് തിരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്തു, ഒരു സ്പൂണൊക്കെ എടുത്തിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺകേവ് മിററിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് കണ്ടു. കോൺകേവ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫെറിക്കൽ മിറർ ആണ്. അതിൻ്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്, ടെക്നിക്കൽ വേർഡ് കർവ്ഡ് ഇൻവേർഡ്സ് എന്നുള്ളതാണ്. കർവ്ഡ് ഇൻവേർഡ്സ്, അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് റേസ് ഓഫ് ദ ലൈറ്റ് വിച്ച് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ ഫ്രം എ കോൺകേവ് മിറർ meet at a point or converge at a point of the principal axis. ഓക്കെ, എന്താ പറയുക, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ
പാരലൽ ആയിട്ടുള്ള റേസ് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റിൽ ഫോക്കസ്ഡ് ആവും. ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനാണ് കോൺകേവ് മിറേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ റേസ് ഓഫ് ലൈറ്റും റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് മിററിനെ നമ്മൾ കോൺകേവ് മിററിനെ നമ്മൾ കൺവേർജിങ് മിറർ എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കോൺകേവ് മിററിൻ്റെ ഡെഫിനിഷൻ വേറൊരു രീതിയിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. കോൺകേവ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് മിറർ ഈസ് എ പാർട്ട്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. കാരണം ആ ഒരു കോൺകേവ് മിറർ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെക്സ് മിറർ ഒരു സ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സ്ഫിയറിൻ്റെ പാർട്ടാകുമ്പോൾ ആ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ടല്ലോ. ആ സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിൻ്റെ ഫേസ് ചെയ്തിട്ട് ഉള്ള പോർഷനിലാണ് നമ്മളുടെ എന്താ പറയുക റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് ദാറ്റ് എന്താ പറയുക സ്ഫിയർ. അപ്പോൾ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ ഗ്രീൻ കളർ ഈ അകത്തുള്ള സർഫസ് ആണ്, റിഫ്ലക്റ്റ് ചെയ്യാത്ത സർഫസ് ആണ് നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിൻ്റെ പുറകിലുള്ള സർഫസ് നമ്മൾ കണ്ണാടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം അല്ലേ, നമ്മൾ മുഖം കാണുന്ന പോർഷനിലല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പെയിന്റ് അടിച്ച് വെച്ചേക്കും അല്ലേ. എന്തോ ഇൻഫാക്ട് അത് ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഏരിയ ആണ് നമ്മൾ പെയിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺകേവ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതല്ല, നമ്മുടെ സെൻറ്റർ ഓഫ് ദ കോൺകേവ് മിറർ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ടൈപ്പ് ഓഫ് മിററിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. കോൺകേവ് മിറർ ഒരു കൺവേർജിങ് മിറർ ആണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ കർവ്ഡ് മിറർ ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് ബൾജസ് എവേ ഫ്രം ദ ലൈറ്റ് സോഴ്സ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി convex mirror is also a spherical mirror whose reflecting surface is curved outwards. ഇങ്ങനെ സ്പൂണിൻ്റെ പുറകുവശം, ഓക്കെ, നമ്മൾ ലിക്വിഡ് എടുക്കുന്ന വശമല്ല, പുറകുവശം എന്താ പറയുക ആ പോർഷനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ആ ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സിനാണ് നമ്മൾ കോൺവെക്സ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ കോൺവെക്സ് മിറർ ഗെറ്റ്സ് ഡൈവേർജ്ഡ് ആൻഡ് അപ്പിയർ ടു കം ഫ്രം എ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ. നോക്കി, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് എല്ലാം റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വരുവാണെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന രീതിയിൽ തോന്നുന്നതുകൊണ്ടാണ് ആ ടൈപ്പ് ഓഫ് മിററിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെയും വേറെ രീതിയിലുള്ള ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ്സ് വൺ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. നോക്കിക്കേ, ഈ കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓക്കെ, പക്ഷേ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ പുറത്തേക്കുള്ള ഭാഗം അല്ലെ, അകത്താണ് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്കുള്ള ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ, അതായത് സെൻറ്ററിനെ ഫേസ് ചെയ്തല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനെയാണ് നമ്മൾ കോൺവെക്സ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്നലെ ഈ ആക്ടിവിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ആ സ്പോട്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേംസ് യൂസ്ഡ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ ഡിസ്കസ് ചെയ്തു. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ആ മിറർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിന്റെ സെന്റർ എവിടെയാണോ ആ സെന്റർ തന്നെയാണ് നമ്മൾ ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ഓക്കെ, അപ്പം ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ആ മിറർ ഏത് സ്ഫിയറിന്റെ പാർട്ടാണോ ആ സ്ഫിയറിന്റെ സെന്റർ ഏതാണോ അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. പിന്നെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു. ഇതേപോലെ തന്നെ റേഡിയസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ് ദ പോൾ ഈസ് ദ സെന്റർ ഓഫ് ദ മിറർ. ഈ മിററിന്റെ സെന്റർ ഏതാണോ അതാണ് ആ പോൾ എന്ന് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ. നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറും പോളും പറഞ്ഞു. സെന്റർ ഓഫ് കർവേച്ചറും പോളും കൂടെ ജോയിൻ ചെയ്ത് പാസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ലൈനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് കണ്ടു. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ പാരലൽ റേസ് എല്ലാം കൂടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വരുന്ന റേസ് എല്ലാം കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കൺവേർജ് ചെയ്ത് വരുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിനാണ് നമ്മൾ കോൺകേവ് മിററിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇതെല്ലാം കൂടെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുമല്ല, ഈ പാരലൽ റേസ് വിച്ച് ആർ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വരുന്ന പോലെ തോന്നുവാണ്. ആ പോയിന്റിനാണ് നമ്മൾ ഈ ഒരു പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഒരു പോയിന്റിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് കോൺവെക്സ് മിററിൻ്റെ കേസിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഗെറ്റ്സ് ഡൈവേർജ്ഡ് and appear to come from a point on the principal axis behind the mirror, which is called as the principal focus. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. ഈ ടേംസ് ഒക്കെ നല്ലതായിട്ട് തറവായിട്ട് മനസ്സിലാക്കി വെക്കണം എന്താണെന്നുള്ളത്. ബിക്കോസ് ന്യൂമെറിക്കൽസ് സോൾവ് ചെയ്യാനാണെങ്കിലും ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ് മനസ്സിലാക്കാനാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ എ സ്ഫെറിക്കൽ mirror. Normally the radius of curvature is twice the focal length. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പോളും പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ PUF നമ്മളുടെ ഡിസ്റ്റൻസ് PF ഡിസ്റ്റൻസിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ കോൺകേവ് മിററിൻ്റെ അല്ലെ കോൺവെക്സ് മിററിൻ്റെ അപ്പർച്ചർ കുറവാണെങ്കിൽ, അപ്പർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഓക്കെ, ആ അപ്പർച്ചർ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ റേഡിയസ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത്. റേഡിയസ് ഓഫ് ദ മിറർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് if the aperture of the concave mirror or convex mirror is small. Okay, clear, right? Yeah. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ റേസ് ആർ റിഫ്ലക്റ്റഡ്. അപ്പോൾ നമുക്ക് മിനിമം 2 റേസ് എങ്കിലും കൺസിഡർ ചെയ്താലല്ലേ അതിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ യൂസ് ചെയ്യാനും എളുപ്പമുള്ള കുറച്ച് റേസിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ കോൺകേവ് മിററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിൻ്റെ ആ ഒരു ഡെഫിനിഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഒരു റേ ഓഫ് ലൈറ്റിൻ്റെ കൺസിഡറേഷൻ ഉണ്ട്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പാരലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാരലായിട്ടാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫോക്കസിൽ കൂടി ആയിരിക്കും. നമ്മുടെ കോൺകേവ് മിററിൻ്റെ കേസിൽ, കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കസിൽ കൂടെ ആണ് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് തോന്നും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ. അതേപോലെ തന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കോൺകേവ് മിററിൻ്റെ കേസിൽ ഫോക്കസിൽ കൂടിയാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ വരുന്നതെന്നുണ്ടെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് പാരലൽ ആയിട്ടായിരിക്കും. ഓക്കെ, പക്ഷേ കോൺവെക്സ് മിററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല ഒബ്വിയസ്ലി, ബിക്കോസ് ഫോക്കസ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസിനേവേ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ഇൻ എ കോൺവെക്സ് മിറർ ഇഫ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഫോക്കസ് ദെൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ the ray will be the ray will be reflected parallel to the പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പം ഫോക്കസിന് ഡയറക്റ്റ് ചെയ്താണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത റേയുടെ റിഫ്ലക്ഷൻ പാറ്റേൺ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ വളരെ ഈസി ആയിട്ടുള്ളൊരു റേ ആണ്. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടിയാണ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കോൺകേവ് മിററിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടിയാണ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേ പാത്തിൽ കൂടെ തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇൻ എ കോൺകേവ് മിറർ എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം ഡയറക്ഷൻ.
പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മുടെ റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഡയറക്റ്റഡ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എലോങ് ദ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻസിഡൻറ്റ് റേ കോൺവെക്സ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേവിൻ്റെ ആണെങ്കിലും കോൺവെക്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും കേസിൽ പർട്ടിക്കുലർ ആംഗിളിലാണ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ നമ്മൾ ഇപ്പോൾ പോളിലാണ് പോളിലാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈക്വൽ ആംഗിൾ ആയിട്ട് മേക്ക് ചെയ്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഈക്വൽ ആംഗിൾ ആയിട്ട് ആരുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട്. ഓക്കെ, നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിലും സെയിം തന്നെ. പോളിലാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒറ്റ പർട്ടിക്കുലർ ആംഗിളിൽ എന്നുണ്ടെങ്കിൽ സെയിം ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് സെയിം ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ നമ്മൾ എന്നിട്ട് ഇമേജസ് ഫോർമേഷൻ ഓഫ് ദ കോൺകേവ് മിറർ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ് കണ്ടത്. ഓക്കെ, നമ്മളതിൻ്റെ ഇമേജസ് കണ്ടു അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ആദ്യമേ ഇൻഫിനിറ്റിയിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, പിന്നെ ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്, അങ്ങനെ പറഞ്ഞിട്ട് കണ്ടു അല്ലേ. നമുക്ക് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ, ഫസ്റ്റ് കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഈസ് വെരി ഫാർ അറ്റ് ഇൻഫിനിറ്റി. അപ്പം നമ്മുടെ ക്യാൻഡിൽ വെരി ഫാർ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ലുക്ക് അറ്റ് ഇറ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് വിച്ച് ആർ ഫോംഡ്? ഈ ഫിഗറിൻ്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, അതേപോലെ തന്നെ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് പിന്നെയും കുറച്ച് ക്യാൻഡിൽ കാണിച്ചിട്ടെങ്കിലും ഉണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. പൊസിഷൻ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിക്കേ, ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കേ, അത് തന്നെ ഫോക്കസിലാണ് അല്ലേ. അപ്പം പൊസിഷൻ ഓഫ് ദി ഇമേജ് അറ്റ് ഫോക്കസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആൻഡ് ഓൾസോ ദ ഇമേജ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് ഫോർമേഷൻ ഈ കേസിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പാരലൽ റേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്, വിച്ച് വിൽ ബി പാസിംഗ് ത്രൂ ഫോക്കസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് കേസ്. ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കേസിൽ ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. ഓക്കെ, ദ ഇമേജ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇമേജ് ഉണ്ടായിരിക്കുന്നത്, പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഫോക്കസ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് ആണ് പൊസിഷൻ ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ സൈസോ നോക്കിക്കേ, ക്യാൻഡിലിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഇത്ര ഉണ്ടായിരുന്നു. ക്യാൻഡിൽ ഇമേജിൻ്റെ സൈസ് ഡിമിനിഷ്ഡ് ആണ്. അതേപോലെ തന്നെ നേച്ചർ ഓഫ് ദി ഇമേജ് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കറക്റ്റ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമ്മുടെ ക്യാൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അല്ലേ. ഒബ്ജക്റ്റ് ഈസ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്തൊക്കെയാണെന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് നോക്കിക്കേ, എവിടെയാണ് ഫോം ചെയ്തേക്കുന്നത്? ഫോർമേഷൻ ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് സെൽഫ്. വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദി ഇമേജ്? കറക്റ്റ്, സെയിം സൈസ് ആണ് അല്ലേ. അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ദ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത് റിയൽ ആണോ? അതെ. ഇൻവേർട്ടഡ് ആണോ? അതെ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഈ കേസിൽ നമ്മൾ രണ്ട് റേസ് കൺസിഡർ ചെയ്തേക്കുന്നത് വെച്ചാൽ, ഒരു റേ കൺസിഡർ ചെയ്തേക്കുന്നത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിച്ച് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്, ആൻഡ് ദ അതർ വൺ വി ഹാവ് കൺസിഡേർഡ് വിച്ച് എ റേ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് വിച്ച് വിൽ ബി ആഫ്റ്റർ റിഫ്ലക്ഷൻ മൂവിങ് ഓർ റിഫ്ലക്റ്റിംഗ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് റേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്തത്. അടുത്തത് നമ്മളുടെ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്തൊക്കെയാണെന്നുള്ളത്. ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ
ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഇമേജിൻ്റെ സൈസ് നോക്കിക്കേ, ഒബ്ജക്റ്റിൻ്റെ സൈസ് ഇത്ര ഉള്ളായിരുന്നു, പക്ഷേ ഇമേജിൻ്റെ സൈസ് ഇത്ര ഉണ്ട്. സോ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താ പറയുക, എൻലാർജ്ഡ് ആവുക ചെയ്തേക്കുന്നത്. അപ്പോൾ കോൺകേവ് മിററിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് എൻലാർജ്ഡ് ആവും. ഓക്കെ, നമ്മുടെ ഇമേജ് എൻലാർജ്ഡ് ആവും. അതേപോലെ യു ക്യാൻ സീ ദാറ്റ് ദ നേച്ചർ ഓഫ് ദി ഇമേജ് ഈസ് റിയൽ ആൻഡ് ഓൾസോ ഇൻവേർട്ടഡ് ഇമേജ്. നേരെയുള്ളതല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ഇനി ഒരു കേസും കൂടിയേ ഉള്ളൂ നമ്മുടെ കോൺകേവ് മിററിൻ്റെ കേസിൽ. ഇപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ ഇടയ്ക്കല്ലായിരുന്നു, ഇനി ഫോക്കസിൻ്റെ അവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. നമ്മുടെ ഈ കേസിൽ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ഫോക്കസയിലാണ്. ഫോക്കസയിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ. ഫോക്കസിലാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. ഹൈലി എൻലാർജ്ഡ് ആണ്. ഇത് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ആ ആനിമേഷൻ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇല്ലാത്തത്. പക്ഷെ അത് ഹൈലി എൻലാർജ്ഡ് ആണ്. അതേപോലെ തന്നെ അത് റിയലും ആയിരിക്കും, ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോക്കസിലാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ദാറ്റ് വിൽ ബി ഹൈലി എൻലാർജ്ഡ് ആൻഡ് ഓൾസോ ദാറ്റ് വിൽ ബി എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനിയിപ്പോൾ ഒരു കേസും കൂടി ഉള്ളൂ അല്ലേ, ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഇമേജ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ focus and the pole, then you can see that the characteristics of the image are the nature. First of all, the nature നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമേജ് ഈ ഒരു കേസിൽ മാത്രം കോൺകേവ് മിററിൽ എന്താണ്, വെർച്വൽ ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇറക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ആണ്. ഇത്രയും നേരം നമ്മൾ കൺസിഡർ ചെയ്ത് കോൺകേവ് മിററിൻ്റെ കേസിൽ എല്ലാം റിയൽ ആയിരുന്നു. റിയൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻവേർട്ടഡ് ആണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നു. പക്ഷേ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയ്ക്ക് വയ്ക്കുന്ന കേസിൽ മാത്രം നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും, നമുക്ക് വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, വെർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അതേപോലെ തന്നെ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഇറക്റ്റ് എന്നുള്ളതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത്രയും നേരം നമുക്ക് കിട്ടിയെല്ലാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നു. ഇപ്പം നമുക്ക് ഫോക്കസിൻ്റെയും പോളിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ബിഹൈൻഡ് ദ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിററിൻ്റെ പുറകിലാണ്. പൊസിഷൻ ഈസ് ബിഹൈൻഡ് ദ മിറർ ഇൻ കേസ് ഓഫ് ദ ഒബ്ജക്ട് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇൻ കേസ് ഓഫ് എ കോൺകേവ് മിറർ. ഓക്കെ, ഇനി നമുക്ക് കോൺകേവ് മിറേഴ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോൺകേവ് മിറേഴ്സ് ഇതേ ഇവിടെ ആവശ്യത്തിന് ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ ടോർച്ചേഴ്സ്, ഇൻ കേസ് ഓഫ് സെർച്ച് ലൈറ്റ്, headlight of vehicles so that we can get parallel beams of light. Pinne they are used as shaving mirrors and also to see the large image of the face. Pinne they are used by dentists to see larger images of the teeth. Large concave mirrors are used to concentrate sunlight to produce heat in solar furnaces. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എവിടെയൊക്കെയാണ് നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, ടോർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സെർച്ച് ലൈറ്റിൽ, അതേപോലെ നമ്മുടെ ഹെഡ്ലൈറ്റ്സിൽ, പിന്നെ ഷേവിംഗ് മിററിൻ്റെ അകത്ത്. ഷേവിംഗ് മിററിൽ യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണണം അല്ലേ നമ്മുടെ മുഖം വെൻ വി ആർ ഡൂയിങ് ദ ഷേവിങ്. സോ അതുകൊണ്ട് നമ്മുടെ ഷേവിംഗ് മിറേഴ്സിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെന്റിസ്റ്റിനാണെന്നുണ്ടെങ്കിലും പല്ലിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ പറയുക കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൺലൈറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളാർ ഫർണസിൽ നമ്മൾ ഈ പറയുന്ന കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിൻ്റെ യൂസസും കണ്ടു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് മിററിൻ്റെ കേസാണ്. ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇമേജസ് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി. നോക്കിക്ക്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഇമേജ് ഈ കേസിൽ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് ഇമേജ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺവെക്സ് മിററിൽ അതിൻ്റെ ഇമേജ് കിട്ടാൻ പോകുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. ഓക്കെ, കോൺവെക്സ് മിററിൽ അതിൻ്റെ ഇമേജ് കിട്ടാൻ പോകുന്നത് ഫോക്കസിലാണ് നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ. വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദി ഇമേജ്? സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി വെരി വെരി സ്മോൾ. ഇറ്റ് വിൽ ബി ഹൈലി ഡിമിനിഷ്ഡ് ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ. ഇൻഫിനിറ്റിയിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ എന്താ പറയുക സൈസ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഇൻഫാക്ട് പോയിന്റ് സൈസ്ഡ് ആണെന്ന് വേണേൽ പറയാൻ പറ്റും. ഓക്കെ, വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് ദി ഇമേജ്? നേച്ചർ ഓഫ് ദി ഇമേജ് ഇവിടെയാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെർച്വലാണ്. വെർച്വൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇറക്റ്റും ആണ്. ഓക്കെ, വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇനി നെക്സ്റ്റ് കേസിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലല്ല ഇനി വെച്ചേക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ. ഇൻഫിനിറ്റിയിലല്ല, ഇനി ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയുടെയും പോളിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദി ഇമേജ് ഫോംഡ് ഈസ് ബിഹൈൻഡ് ദ മിറർ. ഇമേജ് ഫോംഡ് ഈസ് ബിഹൈൻഡ് ദ മിറർ ആൻഡ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇൻഫിനിറ്റിയിലല്ലാതെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇൻഫിനിറ്റിയുടെ നമ്മുടെ പോളിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, ഡിമിനിഷ്ഡ് ആണ്. കറക്റ്റ്, ഡിമിനിഷ്ഡ് ആണ്. അതേപോലെ തന്നെ വെർച്വൽ ആണ്. അതേപോലെ തന്നെ അത് ഇറക്റ്റീവ് ആണ്. ആൻഡ് ദ പൊസിഷൻ ഈസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ്. ഇവിടെ പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് നമ്മളുടെ ഇമേജിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇവിടെയാണല്ലോ നമ്മുടെ പോൾ ഇരിക്കുന്നത്. പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് നമ്മുടെ ഇമേജിൻ്റെ പൊസിഷൻ വരുന്നത്. ഡിമിനിഷ്ഡ് ആണ്. അതേപോലെ തന്നെ വെർച്വൽ ആണ്. വെർച്വൽ ആകുമ്പോൾ ഇറക്റ്റും ആണ്. ഓക്കെ, ഇതാണ് കോൺവെക്സ് മിററിൽ നമ്മളുടെ ഇമേജ് ഫോർമേഷൻ. രണ്ട് കേസാണ് കോൺവെക്സ് മിററിൽ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ദ image will be formed at focus, and second case when the object is at any point in between infinity and pole, in that case the image will be formed in between the pole and the focus, and it will be a diminished image, virtual and erect. നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ നമുക്ക് നോക്കാം. Image formation by convex mirror when the object is at infinity. When the object is at infinity ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് the image is formed at focus, right? Image is formed at focus. Virtual image ആണ് ഫോം ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഇമേജ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു. ഫോക്കസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ എന്താ പറയുക സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ വളരെയധികം ഡിമിനിഷ്ഡ് ആയിരിക്കും നമ്മുടെ ഇമേജ്. അതേപോലെ തന്നെ വെർച്വൽ ഇമേജും ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് എനിവെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് the image is formed between the pole and the focus. അല്ലേ, anywhere in front of anywhere in front of mirror ആണെന്നുണ്ടെങ്കിൽ anywhere in between infinity and pole ആണെന്നുണ്ടെങ്കിൽ you can see that the object is formed in between pole and focus. Okay, and what about the size of the image? Yes, the size of the image is diminished. Okay, then what about the nature of the image? Yeah, നിങ്ങൾക്ക് കാണാൻ പറ്റും നേച്ചർ ഓഫ് ദി ഇമേജ് ഈസ് വെർച്വൽ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ആൻ ഇറക്റ്റ് ഇമേജ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. ഇനി യൂസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, കോൺവെക്സ് മിറേഴ്സ് നിങ്ങൾക്ക് പടത്തിൻ്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലായല്ലേ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അത് തന്നെ റിയർ വ്യൂ മിറേഴ്സ്. നമ്മുടെ കാറിലൊക്കെ റിയർ വ്യൂ മിറേഴ്സിൽ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറേഴ്സ് ആണ്. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് rear view mirrors in vehicle. Convex mirrors give erect and diminished images of objects. Okay, erect image ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെയാണ്. അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് സൈസ്, ഒബ്ജക്ട്സിൻ്റെ സൈസ് ചെറുതാക്കിയാണ് കാണിക്കുന്നത്. ദേ ഓൾസോ ഹാവ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ദാൻ പ്ലെയിൻ മിറേഴ്സ്. പ്ലെയിൻ ആയിട്ടുള്ള മിറേഴ്സിനേക്കാളും വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, അതായത് കൂടുതൽ ഏരിയ അതിന് ഇമേജ് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ റിയർ വ്യൂ മിറേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാർ, എസ്പെഷ്യലി ഓട്ടോമൊബൈൽസിൽ അല്ലെ, പുറകിൽ വരുന്ന വണ്ടിയൊക്കെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രയും വലിയ വണ്ടി
പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന അത്രയും വലിയ വണ്ടിയുടെ കുറച്ച് ഭാഗമല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കോൺവെക്സ് മിറേഴ്സിന് വൈഡർ ഏരിയ ഉള്ളതുകൊണ്ട്, മീൻസ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ഹോൾ കാർ നമുക്ക് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ആക്ടിവിറ്റി ആസ്തിറ്റീസ് എടുത്തിട്ടാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്? ഒബ്സർവ് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, സേ എ ഡിസ്റ്റൻറ്റ് ട്രീ ഇൻ എ പ്ലെയിൻ മിറർ. എന്താ ചെയ്യേണ്ടത്? ഒരു ദൂരെയുള്ള മരത്തിൻ്റെ ഇമേജ് പ്ലെയിൻ മിറർ, സാധാരണ കണ്ണാടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇമേജ് കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, ഫുൾ ലെങ്ത് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. കുഡ് യു സീ എ ഫുൾ ലെങ്ത് ഇമേജ്? കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സൈസ് കണ്ണാടിയുടെ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് വെച്ച് നോക്കുക. എപ്പോഴാണ് നമുക്ക് ഈ ഫുൾ സൈസിൽ ഈ നമ്മുടെ നമ്മുടെ മരം കാണാൻ പറ്റുന്നതെന്നുള്ളത് നോക്കുക. ട്രൈ വിത്ത് പ്ലെയിൻ മിറേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഡിഡ് യു സീ ദ എൻറ്റയർ ഒബ്ജക്റ്റ് ഇൻ ദ ഇമേജ്? കണ്ടോ? പല സൈസ് ഉപയോഗിച്ചുള്ള പ്ലെയിൻ മിറർ വെച്ചിട്ട് ഈ മരത്തിൻ്റെ ഇമേജ് കാണാൻ നോക്കിയപ്പോഴത്തേക്കും കാണാൻ പറ്റുമോ? അത്ര വലിയ, അതായത് അറ്റ്ലീസ്റ്റ് മരത്തിൻ്റെ പകുതിയെങ്കിലും ഹൈറ്റുള്ള പ്ലെയിൻ മിറർ ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആ പൊസിഷനും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മരത്തിന് തന്നെ ഇത്രയും വലിയ ഹൈറ്റുള്ള മരമായിരിക്കുമല്ലോ നിങ്ങൾ കൺസിഡർ ചെയ്തത്. മരം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹൈറ്റുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ പകുതി ഹൈറ്റുള്ള പ്ലെയിൻ മിറർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അവർ ചോദിച്ച പോലെ തന്നെ. പിന്നെ ഈ സെയിം ആക്ടിവിറ്റി തന്നെ നമ്മളൊരു കോൺകേവ് മിറർ വെച്ചിട്ടും റിപ്പീറ്റ് ചെയ്യണം. കോൺകേവ് മിറർ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കോൺകേവ് മിറർ വെച്ചിട്ട് ആ മൊത്തം മരത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും കാണാൻ പറ്റിയല്ലേ കേട്ടോ. ഫുൾ ലെങ്ത് ഓഫ് ദ മരം, ഫുൾ ലെങ്ത് ഓഫ് ദ ട്രീ എന്തായാലും നിങ്ങൾ കണ്ടു കാണത്തില്ല. പിന്നെ അവസാനം നമ്മുടെ കോൺവെക്സ് മിറർ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യാനാണ് പറഞ്ഞത്. കോൺവെക്സ് മിറർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഹോൾ ട്രീ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റിയും. കോൺവെക്സ് മിറർ ഉപയോഗിച്ചിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആ മരത്തിനെ മൊത്തമായിട്ട് കാണാൻ പറ്റും. അതിന് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതെ, അപ്പം നമ്മളിപ്പം കണ്ടതെന്ന് വെച്ചാൽ കോൺവെക്സ് മിററിൻ്റെ കേസിൽ മാത്രമാണ് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്തപ്പോഴത്തേക്കും ഇമേജ് കിട്ടിയത് അല്ലേ. അതായത് നമുക്ക് ആ ഫുൾ ട്രീയുടെ ഇമേജ് കിട്ടിയത്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? കോൺവെക്സ് മിററിന് ലാർജർ ഏരിയ ഓഫ് വിഷൻ ഉണ്ട് അല്ലേ, വൈഡ് ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോൺവെക്സ് മിററിൽ നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരുന്നു, അതേപോലെ തന്നെ ഇറക്റ്റ് ആയിരുന്നു. വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആണ്, അതേപോലെ തന്നെ വെർച്വലും ഇറക്റ്റും ആയതുകൊണ്ട് അതുകൂടാതെ തന്നെ അത് ഡിമിനിഷ്ഡും ആയിരുന്നു. അതായത് മൊത്തം മരത്തിന് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഞാൻ ഈ റിയർ വ്യൂ മിററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റിയർ വ്യൂ മിറർ നമ്മൾ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിററാന്ന് പറഞ്ഞു. അതിൻ്റെ റീസണും പറഞ്ഞു കഴിഞ്ഞു. വൈഡ് ഫീൽഡ് ഓഫ് വിഷനും അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് സൈസിൽ പക്ഷെ മൊത്തം ഒബ്ജക്റ്റിൻ്റെ ഇമേജും കാണിക്കും. അപ്പോൾ നമുക്കതാണല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫുൾ ആയിട്ടുള്ള വലിയൊരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മിറർ യൂസ് ചെയ്യും? അത് തന്നെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് കേട്ടോ. ഒത്തിരി എഴുതി വെച്ചേക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷേ സൈൻ കൺവെൻഷൻ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്. നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സൈൻ കൺവെൻഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് വിൽ ഡിസ്കസ് സംതിങ് എൽസ്. ഓക്കെ, സംതിങ് എൽസ് ഒന്നുമല്ല, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സൈൻ കൺവെൻഷൻ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് പകുതി സൈൻ കൺവെൻഷൻ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ അല്ലേ, ഈ ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടാണ് അല്ലേ. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആക്സിസ്
ഓക്കെ ഓക്കെ ഈ ഒരു ആക്സിസ് വൈ ആക്സിസ് ഈ towards the right direction, okay, towards the right we consider positive, towards left we consider this as the negative x direction, right? Yeah, and upwards we consider as positive y direction and downwards we consider as negative y direction. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. കുറേയൊക്കെ അല്ല, ശരിക്കും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു, നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഇതിന് മുകളിലേക്കുള്ള നമ്മുടെ ഇപ്പോൾ ഈ കേസിൽ വരികയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മേളിലേക്കുള്ളതെന്ന് നമ്മൾ പറയും. എന്തായാലും മുകളിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് വൈ ഡയറക്ഷനുമായിട്ടും അതേപോലെ താഴേക്കുള്ള ഡയറക്ഷൻ നെഗറ്റീവ് വൈ ഡയറക്ഷനുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യാ, ഇനി നമുക്ക് ആ ടിപ്പിക്കൽ സൈൻ കൺവെൻഷൻ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും ഇതൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും ഞാൻ ഇപ്പോൾ പറഞ്ഞത് തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ the object is placed on the left of the mirror and light from the object falls from the left to the right. നമ്മൾ ഏത് മിററാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നത്. ഓക്കെ, കോൺകേവ് മിറർ ആണെങ്കിലും വേണ്ടില്ല, കോൺവെക്സ് മിറർ ആണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും വെക്കുന്നത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നത്, മിററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, എപ്പോഴും ഈ ലെഫ്റ്റും റൈറ്റും തമ്മിൽ കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് ഇങ്ങനെ ഓർത്തേച്ചാൽ മതി, നമ്മുടെ ലെഫ്റ്റ് ഏതാണോ അതാണ് ബോർഡിലെയും ലെഫ്റ്റ്, നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൻ്റെ അകത്തെയും ലെഫ്റ്റ്, നമ്മുടെ റൈറ്റ് ഏതാണോ അതാണ് നമ്മുടെ ബുക്കിലെയും റൈറ്റ്. നമ്മുടെ വലതുവശം തന്നെയാണ് ബുക്കിൻ്റെയും വലതുവശം, നമ്മുടെ ഇടതുവശം തന്നെയാണ് ബുക്കിൻ്റെയും ഇടതുവശം. ഓക്കെ, അപ്പോൾ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പം എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റ് ലെഫ്റ്റ് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെക്കണം. ഓക്കെ, ആൻഡ് ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ് ഫോൾസ് ഫ്രം ലെഫ്റ്റ് ടു ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ലൈറ്റ് ഫോൾ ചെയ്യാൻ പോകുന്നത് ഈ ഡയറക്ഷനിലല്ലേ, ലൈറ്റ് ഈ ഡയറക്ഷനിലല്ലേ ഫോൾ ചെയ്യാൻ പോകുന്നത്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും നമ്മുടെ ലൈറ്റ്, ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് എന്താ പറയുക ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഡിസ്റ്റൻസസ് parallel to the principal axis are measured from the pole. നന്നായിട്ട് ഓർത്ത് യൂസ് ചെയ്യേണ്ട സൈൻ കൺവെൻഷനാണ്. എല്ലാ ഡിസ്റ്റൻസസും, ഓക്കെ, എല്ലാ ഡിസ്റ്റൻസസും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും നമ്മുടെ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. പോളിൽ നിന്നാണ് നമ്മളുടെ എന്താ പറയുക ഡിസ്റ്റൻസസ് എല്ലാം മെഷർ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് എല്ലാം ഫ്രം ദ പോളാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾ ദ ഡിസ്റ്റൻസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ മെഷർഡ് ഫ്രം ദ പോൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ all distances measured to the right of the pole are taken as positive. Okay, all distances measured to the right of the pole are taken as positive. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് അതല്ലേ. നോക്കിക്കേ, റൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിൻ്റെ റൈറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളുടെ റൈറ്റ് ഏതാണോ അതാണ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ബുക്കിൻ്റെ റൈറ്റ് എന്ന്. പോളിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് എടുക്കുന്നതെല്ലാം, റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് എല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞായിരുന്നു, ശരിയല്ലേ? നോക്കിക്കേ, അത് പോസിറ്റീവ് എക്സ് ആക്സിസ് തന്നെയല്ലേ. ഇതാണ് നമ്മുടെ ഒറിജിനായിട്ട്, പോളിനെ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുക. ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒറിജിനെ നമ്മൾ പോൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പോളിൽ നിന്ന് റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ വരുന്നത്, അല്ലേ? അപ്പം നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് ഓൾ ഡിസ്റ്റൻസസ് മെഷേർഡ് ടു ദ റൈറ്റ് ഓഫ് ദ പോൾ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഈസി അല്ലേ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ എന്താ പറയുന്നത്? ഓൾ ഡിസ്റ്റൻസസ് മെഷേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ പോൾ ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ ഈസി ആയില്ലേ? ലെഫ്റ്റ് ഓഫ് ദ പോളിലേക്ക്, ലെഫ്റ്റ് ഓഫ് ദ പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിൻ ആണ് നമ്മുടെ പോൾ. ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഓൾ ഡിസ്റ്റൻസസ് മെഷർഡ് ടു ദ ലെഫ്റ്റ് ആർ നെഗറ്റീവ്. ഓക്കെ, ലെഫ്റ്റ് ആർ നെഗറ്റീവ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് അല്ലേ? ടുവേർഡ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ സൈൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പമില്ലേ? പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാലും വളരെ ഈസിയാണ്. ദ ഹൈറ്റ് മെഷർഡ് upwards perpendicular to the principal axis is taken as positive. Okay, upwards is taken as positive. Upwards positive ആയിട്ടാണ് കൂട്ടുന്നത്. upwards principal axisന് ഇതാണ് നമ്മുടെ principal axis. principal axisന് perpendicular ആയിട്ട് upwards എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ upwards എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ y ആക്സിസ് അല്ലേ? പോസിറ്റീവ് y ആക്സിസ് അല്ലേ? അപ്പോൾ upwards എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് ലോജിക്കലി പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഓക്കെ, അപ്പോൾ ദ ഹൈറ്റ് മെഷേർഡ് upwards perpendicular to the principal axis is taken as positive. അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ ലോജിക്കിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഡൗൺവേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദ ഹൈറ്റ് മെഷേർഡ് ഡൗൺവേർഡ്സ് perpendicular to the principal axis. principal axisന് perpendicular ആയിട്ട് ഈ ബ്ലൂ കളർഡ് ലൈനിൽ വരച്ച് വെച്ചേക്കുന്നതാണ്. principal axisന് perpendicular ആയിട്ട് ഡൗൺവേർഡ്സ് മെഷർ ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ, ഡൗൺവേർഡ്സ് ആണ് നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം അത് നെഗറ്റീവ് y ആക്സിസ് അല്ലേ? കാരണമല്ല, അത് അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്? പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡൗൺവേർഡ്സ് നോർമൽ ആയിട്ട് ഹൈറ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്വേർഡ്സ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അവസാനത്തെ പോയിന്റ് ആയിരുന്നു നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നും കൂടെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് എന്താ പറയുക, ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പോസിറ്റീവ് എക്സ് ആക്സിസും നെഗറ്റീവ് എക്സ് ആക്സിസും ഓർത്ത് വയ്ക്കുക. അതേപോലെ പോസിറ്റീവ് വൈ ആക്സിസും നെഗറ്റീവ് വൈ ആക്സിസും ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ കറസ്പോണ്ടിങ് സൈനിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ നമ്മുടെ ഒറിജിൻ നമ്മൾ പോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒറിജിൻ പോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു പോൾ ആണ് എല്ലാ ഡിസ്റ്റൻസസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് സൈൻ കൺവെൻഷൻ റിവൈസ് ചെയ്ത് നോക്കാം. ഈ എന്താ പറയുക, നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ ഫസ്റ്റ് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എപ്പോഴും എവിടെയാണ് വെച്ചേക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഏത് മിററാണെങ്കിലും, കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വെച്ചേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള റേസ് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ് വരുന്നത്. ഫസ്റ്റ് സൈൻ കൺവെൻഷൻ. പിന്നെ all distances parallel to the principal axis are measured from the pole. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസസ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പാരലൽ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പം അതിൻ്റെ റെഫറൻസ് നമ്മൾ ഏതാണ് എടുക്കുന്നത്? പോളായിട്ടാണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, പോളിനെ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസസും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണെങ്കിൽ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, all distances measured to the right of the pole are taken as positive. നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ് പോലെ തന്നെ റൈറ്റ് ടുവേർഡ്സ് റൈറ്റ് ആണ് പോസിറ്റീവ്. ഓൾ ഡിസ്റ്റൻസസ് മെഷർഡ് ടു ദ ലെഫ്റ്റ് ആർ ടേക്കൻ ആസ് നെഗറ്റീവ്. ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ നെഗറ്റീവ്, നമ്മുടെ നെഗറ്റീവ് എക്സ് ആക്സിസ് പോലെ. പിന്നെ ഹൈറ്റ് മെഷർഡ് അപ്വേർഡ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൻ ആസ് പോസിറ്റീവ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് വൈ ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ദ height measured downwards perpendicular to the principal axis is taken as negative. നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിറർ ഫോർമുലയാണ്. ഓക്കെ, മിറർ ഫോർമുല ഫോർ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ മിറർ ഫോർമുല എന്ന് പറയുന്ന ഫോർമുല ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മിററിൻ്റെ ഫോർമുല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കാണും
അല്ലേ? അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസ്, കാരണം ഇമേജ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുമായിരിക്കുമല്ലോ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് കാണും. അതേപോലെ തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ചേർന്നിട്ടുള്ള സ്ഫെറിക്കൽ മിററിൻ്റെ മിറർ ഫോർമുലയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഈ മിറർ ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നത് V ആയിട്ടും ഇമേജ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നത് V ആയിട്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നത് U. ഓക്കെ, സ്മോൾ ലെറ്റർ V ഇമേജ് ഡിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിറർ ഫോർമുല എക്സ്പ്രസ് ചെയ്തത് 1/U plus 1/V is equal to 1/F. ഓക്കെ, അപ്പോൾ നമ്മുടെ മിറർ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ആണ്. അത് നിങ്ങൾ നല്ല ഇതായിട്ട് ഓർത്ത് വയ്ക്കണം. 1/U plus 1/V is equal to 1/F. ഇനി നമ്മൾ യുവിൻ്റെയും വിൻ്റെയും എഫിൻ്റെയും ഒക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പം നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താണോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താണോ അതേ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണെങ്കിലും ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ആണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു കൺവെൻഷൻ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണോ കറസ്പോണ്ടിങ്ലി യുവിൻ്റെയും വിൻ്റെയും എഫിൻ്റെയും സൈൻ വരുന്നത് അതേ സൈൻ തന്നെ നമ്മൾ ഇതിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മിറർ ഫോർമുല എന്താണ്? 1/U plus 1/V is equal to 1/F. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് യുവും വിയും എഫും ഒക്കെ നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് സൈൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ആണ് എല്ലാ സിറ്റുവേഷൻസിലും നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ എല്ലാ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഏതാണെന്നുണ്ടെങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത് എല്ലാ കേസിലും ഇത് തന്നെയാണ്. സൈൻ കൺവെൻഷൻ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഫോർ സ്ഫെറിക്കൽ മിറേഴ്സ്. മാഗ്നിഫിക്കേഷൻ എന്നുള്ള വേർഡ് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് എന്താണെന്ന്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമാത്രമാണ് മാഗ്നിഫൈഡ് ആയിട്ടുള്ളത്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്തുമാത്രമാണ് മാഗ്നിഫൈഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ബൈ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്തുമാത്രം മാഗ്നിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ എന്താ പറയുക മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ height of the object. Okay, and magnification is represented by M. Hard and fast rule ഒന്നും അല്ല, M വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന്. പക്ഷേ നോർമലി നമ്മൾ M വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ്റെ M. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ HI, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നിങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് H' ആയിട്ടാണ്. അങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. സോ മാഗ്നിഫിക്കേഷൻ M is equal to HI by H0 അല്ലെങ്കിൽ H0 എന്ന് വേണേൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ H' by HO. O stands for object, the height of the image divided by height of the object. അതെങ്ങനെ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബുക്കിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന കൺവെൻഷനാണ് ഈസി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ റെപ്രസെൻറ്റ് ചെയ്യുക. H' by HO എന്ന്, where H' is the height of the image and HO is the height of the object. Okay, the magnification is also related to the object distance and the image distance, and it is expressed as, okay, നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് U എന്ന് പറയുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് ആണ് V എന്ന് പറയുന്നത്. നമ്മുടെ മാഗ്നിഫിക്കേഷന് ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ -V/U. മാഗ്നിഫിക്കേഷനും നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ് -V/U. സോ മാഗ്നിഫിക്കേഷൻ നമുക്ക് രണ്ട് ഫോർമുല കിട്ടി. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു H'/H, where H' is the height of the image and H is the height of the object, and is also equal to -V/U, where V is the distance of the image from the
pole and u is the distance of the object from the pole. Okay, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ സൈൻ കൺവെൻഷൻ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ഫോർ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ ഹൈറ്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് ഏത് കേസിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് ഫോർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ഫോർ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജെക്ട് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ m is equal to h dash by h, where h dash is the height of the image and h is the height of the object, and that is related to the object distance and the image distance as m is equal to minus v by u. Okay, so m is equal to magnification, m is equal to minus v by u, which is also equal to h dash by h, and in this case we have to consider this as well. The height of the image should be taken as positive for virtual and erect images, and the height of the image should be taken as negative for real and inverted images. Okay.